ചെറുതായിട്ടുള്ള ഒരു കഴുത്ത് പെയിൻറ്റിങ് ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ഒരു 0 പോയിൻ്റ് ബ്രഷ് എടുക്കുക. ആ ബ്രഷ് എടുത്തിട്ട് ചെറുതായിട്ട് പതുക്കെ ചെയ്താൽ മതി. ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് പോയിൻ്റ് ബ്രഷ്. ഞാനിപ്പോൾ പെയിൻറ്റും അതിലെടുത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ പെയിൻ്റ് എടുക്കുമ്പോൾ ചെറുതായിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇതാക്കണം. എന്നിട്ട് ഈ സൈഡ് ഇതാക്കുമ്പോഴേക്കും ചെറുതായിട്ടൊരു ഔട്ട്ലൈൻ ആദ്യം കൊടുക്കണം. ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഇതിപ്പോൾ നിങ്ങൾ വരച്ചിടണം. വരച്ചിട്ട് നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് ആ ഡിസൈൻ വരച്ചിടണം. വരച്ചിട്ടതിന് ശേഷം ഒരു ഔട്ട്ലൈൻ കൊടുത്ത് പതുക്കെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഇതിപ്പം ആദ്യമായി നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഈ ബ്രഷിൻ്റെ വലിപ്പം കൂട്ടാം. ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടി 0 പോയിൻ്റ് ബ്രഷ് എടുക്കുക. ഇതുപോലെ പരന്ന ബ്രഷ് എടുത്ത് ഇതാണെങ്കിൽ വേഗം നമുക്ക് ചെയ്തെടുക്കാം. ഔട്ട്ലൈൻ കൊടുത്തിട്ടതിന് ശേഷം ഈ ബ്രഷ് വെച്ച് ഇത് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കരുത്. ഈ മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ എടുത്ത് വരച്ചിട്ടിരിക്കുന്ന ആ ഔട്ട്ലൈനിൽ നിന്ന്, അതായത് നമ്മൾ വരഞ്ഞിട്ട ആ ഒരു പൂവിൻ്റെ ഇതളല്ലേ, ആ ഇതളിൽ നിന്ന് ഇത് പുറത്തോട്ട് പോകാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അധികം കട്ടി കൂടാനും പാടില്ല, കട്ടി കുറയാനും പാടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ തുണിയിൽ തൊടുമ്പോൾ ഒരുപാട് കട്ടിയായിട്ട് ഇരിക്കരുത്, പെയിൻറ്റ് പറ്റിപ്പിടിച്ച്. ആ രീതിയിൽ ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടി. തുടക്കത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഇതിപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ പതുക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ നമ്മളിപ്പം വരഞ്ഞിട്ടില്ലേ, ഈ വരയിൽ നിന്ന് തന്നെ നമ്മൾ അത് എല്ലാ ഇതളും വരച്ചിട്ടിട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. ഓരോ ഇതള് വീതം ഫിനിഷ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ നമ്മൾ വരഞ്ഞിടുന്നത് അവിടെ കട്ട പിടിച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യുമ്പം അത് ആ ഇതള് ഇങ്ങനെ എന്താ പറയുക, അത് അതായത് ഒരു നമ്മൾ ഈ റൗണ്ട് ഇപ്പോൾ ഇതിൻ്റെ എൻഡ് വരച്ചിട്ടത് ആ എൻഡ് നമുക്ക് വേറിട്ട് നിൽക്കുന്ന പോലെ ഇരിക്കും. അല്ലാതെ നമ്മളെടുത്താൽ നമുക്ക് ഈ ഇത് കറക്റ്റായിട്ട് ഉണ്ടോ.
ഇതുപോലെ ഓരോ ഇതളും വരച്ചെടുക്കണം. ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. പതുക്കെ പതുക്കെ ചെയ്തെടുത്താൽ മതി. ആദ്യം ഇത് നിങ്ങൾക്ക് പാടായിട്ട് തോന്നും. മടി പിടിച്ചിരിക്കും. നമുക്കിപ്പോൾ നിങ്ങൾ ആദ്യം ഒരു തുണിയിൽ തന്നെ, പഴയ തുണിയോ ഏതെങ്കിലും ഒരു തുണിയിൽ ചെയ്യാൻ നോക്കണം. അത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല പോലെ അത് പഠിച്ചു എന്ന് വരുമ്പോഴേക്കും നിങ്ങൾക്കിപ്പം ഞാൻ ആദ്യം കാണിച്ചതുപോലെ ആ ഒരു 0 പോയിൻ്റ് ആ ഒരു ബ്രഷ് നമ്മുടെ ഈ പെൻസിലിൻ്റെ മുന പോലെയൊക്കെ അതുപോലെ ഇരിക്കും. പെൻസിലിൻ്റെ മുന നമ്മൾ എടുത്തിട്ട് വരയ്ക്കുമ്പോൾ നമുക്കൊരു പടം വരയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ. ഇപ്പോൾ പടം വരയ്ക്കാൻ ഒട്ടും അറിയാത്തവരാണെങ്കിൽ അതിനും വഴികളുണ്ട്. ട്രേസിങ് പേപ്പർ മേടിച്ച് ഒരു ഡിസൈനും എടുത്ത് ഏത് ഡിസൈനാണോ നമ്മൾ വരയ്ക്കാൻ, ഇതിപ്പോൾ നമ്മൾ ഈ 0 പോയിൻ്റ് ബ്രഷ് വെച്ച് പതുക്കെ ഇതുപോലെ ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് അങ്ങ് ചെയ്താൽ മതി. ഇതിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഉണ്ടോ? ഇതിപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലില്ലേ, നമുക്കിപ്പോൾ എവിടെയെങ്കിലും ബ്രഷിൻ്റെ ഒരു എൻഡ് നമുക്ക് ഒന്ന് ഷേപ്പില്ലാതെ പോയാൽ നമ്മൾ അതിൻ്റെ ആ എൻഡൊന്ന് ഔട്ട്ലൈൻ കൊണ്ട്, അതായത് ആ അറ്റമൊക്കെ ഒന്ന് ഷാർപ്പാക്കി ഒന്ന് വരച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ആ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് വരും. കണ്ടോ? ഇപ്പം ഇത് ഒരു ഇതുപോലെ നമ്മൾ ഇത് മൊത്തവും ചെയ്തെടുക്കണം. ഇതിപ്പം ഞാനൊരു കഴുത്ത് വരച്ചിട്ടിട്ട് അതിൻ്റെ സൈഡ് മൊത്തം ഇതിപ്പോൾ ഞാനിതിൽ അടുത്തത് കൊടുക്കാൻ പോണത് ഇതിൻ്റെ സെൻറ്ററിലുള്ള കളറാണ്. അത് ചെയ്യാൻ വേണ്ടി ഒരു മിനിറ്റ് ഇത് പെയിൻറ്റ് തുറക്കട്ടെ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു പെയിൻറ്റിങ് കഴിഞ്ഞ് അടുത്ത പെയിൻറ്റിലോട്ട് എടുക്കുമ്പോഴേക്കും ബ്രഷ് ഒന്ന് കഴുകിയിട്ട് തുടയ്ക്കുക. അതിനിങ്ങനെ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് കോട്ടൺ തുണിയോ എന്തെങ്കിലും എടുത്ത് വെച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ സെൻറ്റർ നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നു. ഇതുപോലെ നമുക്കിപ്പോൾ എന്താ പറയുക, പൂമ്പൊടി എന്നൊക്കെ പറയില്ലേ, ബഡ്സ്, അങ്ങനെ ചെറുതായിട്ട്, അതായത് ഈ പെയിൻറ്റിങ് വന്നിട്ട് ഫുള്ളും തുണിയിൽ ആകുന്ന രീതിയല്ല, ഒരു
ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് ഈ പോയിൻ്റ് ബ്രഷ് കൊണ്ടും ആദ്യം വലിയ കാശ് കൊടുത്ത് ഒരുപാട് ബ്രഷൊക്കെ വാങ്ങി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. പഠിക്കാനല്ലേ. പഠിക്കാനാവുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രഷ് കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ബ്രഷ് കൊണ്ട് നമുക്ക് ചെയ്ത് പഠിച്ചതിന് ശേഷം നമുക്ക് പിന്നീടാകുമ്പോൾ നമുക്ക് കാശ് മുടക്കി ബ്രഷുകൾ വാങ്ങാം. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കാശ് മുടക്കി ഒരുപാട് സാധനങ്ങൾ വാങ്ങി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ പോയിൻ്റ് ബ്രഷ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ നമ്മളിപ്പോൾ ചെയ്ത് വരുമ്പോഴേ തന്നെ നമ്മൾ ഈ പെയിൻറ്റിങ് ചെയ്യുന്നതിൻ്റെ ഒരു ഭംഗി നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ എളുപ്പമാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ശ്രദ്ധയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് സ്പ്രെഡാകാതെ നോക്കണം തുണിയിലോട്ട്. ഇത് പിന്നെ ചെയ്ത് കഴിഞ്ഞ് നല്ല ഉണങ്ങണം. ഒരു മിനിമം ഒരു 21 ദിവസമെങ്കിലും ഉണങ്ങണം. അത് കഴിഞ്ഞിട്ട് വേണം ഇത് നമ്മൾ കഴുകാനും എടുക്കാൻ വേണ്ടി. ഈ തുണിയിൽ പെയിൻറ്റ് നല്ല പിടിച്ച് എന്താ പറയുക, പെയിൻറ്റ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മളിപ്പോൾ ഡ്രസ്സ് തച്ചിട്ടിട്ട് അതിനെ നമ്മൾ കഴുകാൻ പോയാൽ പെയിൻറ്റ് പോകും. അതുകൊണ്ട് ഇത് നല്ല ഉണക്ക് വേണം. ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകാം. ഞാനിത് ഫുള്ളും ചെയ്ത് കഴിഞ്ഞിട്ടല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം പോകും. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പം ഞാനിത് ഫുള്ളും ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. നിങ്ങൾക്ക് പിന്നെ ലീഫും കൂടെ ഒന്ന് ചെറിയൊരു ലീഫ് കൂടെ ചെയ്ത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളും ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ കളർ ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ഡാർക്ക് കളറ് തുണിയായതുകൊണ്ട് ഞാനെല്ലാം ലൈറ്റ് കളറാണ് കൊടുക്കാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതിപ്പം നിങ്ങൾക്ക് ആദ്യം വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ ഇതിങ്ങനെ സിമ്പിളായിട്ട് വരച്ചെടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇതിപ്പം ഞാൻ താഴെ നിന്ന് മുകളിലോട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഏത് ദിശയിലാണോ കൊടുക്കുന്നത് ആ ദിശയിലോട്ടാണ്, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യരുത്. അത് സ്പ്രെഡാകാതെ പതുക്കെ. ഇതിപ്പോൾ ഫുൾ കവറിങ് അല്ല, ഒരു ഷെയ്ഡിങ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതുപോലെ കുഞ്ഞു ഇല ഇത് നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് കരുതുന്നു. ഇതുപോലെ ഈ കഴുത്തിൻ്റെ ചുറ്റിനും ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്തത് പുതിയൊരിതും കൂടെ, പുതിയൊരിതല്ല, നമ്മൾ അടുത്ത എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.